Next topic, SQL. SQL is Structured Query Language. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അതൊരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പണ്ട് നമ്മൾ പേപ്പേഴ്സിൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ കടയിൽ പോയിട്ട് നമ്മൾ സാധനം വാങ്ങുകയാണെങ്കിൽ അത് അവരുടനെ നമുക്കൊരു ചെറിയ പേപ്പറിലാണ് ബില്ല് എഴുതി തരുന്ന സംവിധാനം. പക്ഷെ ഇന്ന് ആ കഥ മാറി. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുകയാണെങ്കിൽ അവർ ആ കമ്പ്യൂട്ടറിലൂടെ അവർ ഒരു ബില്ലിനെ ഉണ്ടാക്കി നമുക്ക് ആ പ്രിന്റഡ് ബില്ലാണ് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഇതുപോലുള്ള ഒരു പ്രിന്റഡ് ബില്ല് ലഭിക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള വർക്കിംഗ്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന SQL എന്ന ലാംഗ്വേജിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ പേപ്പറിലൂടെ നമ്മൾ എന്താണ് ചെയ്തിരുന്നത്? അത് കുറച്ച് കഴിഞ്ഞ് ആ പേപ്പർ നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ അങ്ങനെ ഒരു ബില്ല് തന്നെ നമ്മുടെ കയ്യിലില്ല, തെളിവുമില്ല. പക്ഷേ ഇന്ന് നമുക്കത് കമ്പ്യൂട്ടറിൽ എന്തായാലും അത് ഓൾറെഡി സ്റ്റോറായി കിടക്കുകയും ചെയ്യും. നമുക്ക് കിട്ടുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ബില്ല് നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം, അല്ല നമുക്ക് ആവശ്യമില്ല എന്ന് കണ്ടാൽ അത് കളയുകയും ചെയ്യാം. പക്ഷേ നമുക്ക് പിന്നീട് ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് അവിടെ പോയി ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ അത് അവിടെ കിടക്കുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു പ്രൂഫ് ആ കമ്പ്യൂട്ടറിലൂടെ ലഭിക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാനുവലി കീപ്പ് ചെയ്തിരുന്ന സിസ്റ്റമാണ് പേപ്പറിൽ എഴുതി കൊടുക്കുന്ന സംവിധാനം. അപ്പോൾ ആ പേപ്പർ നഷ്ടപ്പെട്ടാൽ നമ്മുടെ റെക്കോർഡ്സ് നഷ്ടമായി. പക്ഷേ മാനുവൽ എന്നുള്ള ആ സിസ്റ്റം വിട്ടിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം വന്നപ്പോൾ നമുക്ക് റെക്കോർഡ്സ് വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാനും അത് പിന്നീട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാനും സാധിക്കുന്നു. ഇതാണ് നമ്മുടെ SQL എന്ന ലാംഗ്വേജിലൂടെ നമുക്ക് സാധ്യമായത്. ഇനി ഇത് ബില്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ മറ്റുള്ള എല്ലാ മേഖലകളിലും, ഒരു ഉദാഹരണത്തിന് പണ്ട് നമ്മുടെ ഈ +2 റിസൾട്ട് ഒക്കെ വരുമ്പോൾ ഹാൾ ടിക്കറ്റിലെ നമ്പർ ന്യൂസ് പേപ്പറിലാണ് വന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ആ നമ്പർ വെച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പേപ്പറിലൂടെ ഓരോ ഹാൾ ടിക്കറ്റ് നമ്പർ വെച്ച് തെരഞ്ഞ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇന്ന് ആ കഥ മാറി. ഇന്ന് എന്താണ്, ഹാൾ ടിക്കറ്റ് നമ്പർ ഓൺലൈനായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ മാത്രം റിസൾട്ട് നമുക്ക് ഫുള്ളായിട്ട് ഒരു പ്രിന്റ് തന്നെ കിട്ടുന്നു. അപ്പൊ ഇതുപോലെ എല്ലാ മേഖലകളിലും നമുക്ക് ആ പേപ്പറിൽ ഉണ്ടായിരുന്ന ആ രീതി വിട്ടിട്ട് ഇന്ന് നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് അത് മാറ്റിയെടുക്കാൻ സാധിച്ചു. അതിനായി പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഈ പ്രിന്റ് എത്ര തവണ വേണമെങ്കിലും നമുക്ക് എടുക്കാനും സാധിക്കുന്നുണ്ട്. അതിനായി കമ്പ്യൂട്ടറൈസ്ഡ് റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം എന്ന സംവിധാനം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? SQL എന്ന ലാംഗ്വേജിന്റെ സഹായമാണ് നമ്മൾ തേടുന്നത്. അപ്പൊ നമുക്ക് SQL-നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. SQL-നെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. SQL ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. എന്ന് വെച്ചാൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ വോളിയൂംസ് ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഒരു ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഫോൾഡർ പോലെ നമുക്ക് അസ്യൂം ചെയ്യാം. ഒരു ഫോൾഡറിനകത്ത് നമ്മൾ എന്താണ്, എ സെറ്റ് ഓഫ് ഫയൽസ് ക്യാൻ ബി കെപ്റ്റ്. ഫയൽ എന്താണ്? എ സിംഗിൾ ഫയൽ ഈസ് എ ഡേറ്റ വിച്ച് വി ആർ കീപ്പിംഗ് സേഫ്ലി ഇൻ അവർ കമ്പ്യൂട്ടർ. അതുപോലെ നമുക്ക് എത്ര ഡേറ്റ എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്യിക്കാം പല പല ഫയലുകളിലായിട്ട്. എന്നിട്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണോ അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്ത് ഒരു ഡേറ്റാബേസ് ഒരു ഫോൾഡർ ആക്കിയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആ ഡേറ്റയെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണാനും അതനുസരിച്ച് നമുക്ക് അതിൽ വേറെ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ വരുത്താനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് SQL-ലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. SQL, Structured Query Language, is the full form of SQL. It is used in database management system. What is meant by database management system? For example, when we see the database like a school management system itself, in that we can see different forms of data being kept safely and securely. ഒരു സ്കൂൾ ഡേറ്റാബേസ് സങ്കല്പിച്ചാൽ അതിൻ്റെ അകത്ത് അവർ ഫീസ് ടേബിൾ എന്ന് പറഞ്ഞ് ഫീസ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ ക്ലാസ് ടീച്ചർ ആണെങ്കിൽ അവരുടെ കയ്യിൽ ആ കുട്ടികളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് അവരുടെ ഫോൺ നമ്പർ, അഡ്രസ്സ്, അതുപോലുള്ള കാര്യങ്ങൾ, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അവരുടെ ഒക്യുപ്പേഷൻ, ഇതെല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ടേബിളും ഫീസ് ഡീറ്റെയിൽസ് ടേബിളും എല്ലാം ഡീൽ ചെയ്യുന്നത് ആരെക്കുറിച്ചാണ്?
സെയിം സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി ഇതുപോലെ നമുക്ക് വേറെയും ഇതേ കുട്ടികളെ കുറിച്ചുള്ള വേറെയും ഡാറ്റാസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ ടേബിൾ രൂപത്തിലാക്കി എല്ലാം കൂടി ഒരുമിച്ച് ഈ സ്കൂൾ അല്ലെങ്കിൽ സ്റ്റുഡൻറ് എന്ന പേരിൽ ഒരു ഡാറ്റാബേസ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാം. പിന്നീട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ ഡാറ്റ നമുക്ക് കാണാനും അതിൽ മോഡിഫിക്കേഷൻസ് വരുത്താനും സാധിക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കണേ. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് DBMS എന്നാണ്. ഇനി ഇത് സ്കൂളിൽ മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിൽ മാത്രമല്ല, ബാങ്കിൽ, അതുപോലെ എല്ലാ കമേഴ്സ്യൽ ഓർഗനൈസേഷൻസിലും ഇതുപോലെ ഈ ഡാറ്റാബേസ് എന്ന സംവിധാനം വളരെയധികം പോപ്പുലറായി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് SQL എന്ന സോഫ്റ്റ്വെയർ, MySQL, Oracle എന്നിങ്ങനെ പല കമ്പനീസിന്റെ സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. ഏതാണ് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്, നമുക്ക് കോമ്പാറ്റബിൾ ആയിട്ടുള്ളത്, ആ രീതിയിലുള്ള സോഫ്റ്റ്വെയറിനെ തിരഞ്ഞെടുക്കാനുള്ള ഫുൾ ഫ്രീഡം നമുക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാനും അതിന് ചേഞ്ചസ് വരുത്താനും അത് വീണ്ടും നമുക്ക് റിട്രൈവ് ചെയ്യാനും എല്ലാം സാധിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ MySQL ആൻഡ് Oracle എന്ന് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് വൺ പോർട്ടബിൾ. പോർട്ടബിൾ മീൻസ് വി ആർ ഏബിൾ ടു ക്യാരി ദിസ് ഈസിലി ഫ്രം വൺ സിസ്റ്റം ടു അനദർ. നമുക്ക് പോർട്ടബിലിറ്റി നല്ലൊരു ഫീച്ചറാണ്. ഇന്ററാക്റ്റീവ് മീൻസ് നമ്മൾ ഓൾറെഡി ഇതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. സപ്പോസ് ക്ലാസ്സിലത്തെ കുട്ടികളുടെ മുഴുവൻ, ഞാൻ സ്കൂളിനെ കുറിച്ച് പറയാനുള്ള കാരണം സ്റ്റുഡൻസിന് പെട്ടെന്ന് മനസ്സിലാവുക സ്കൂൾ സംബന്ധമായിട്ടുള്ള എക്സാമ്പിൾ ആയിരിക്കും. ഇപ്പോൾ ക്ലാസ്സിലത്തെ ടീച്ചർ എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ടീച്ചർക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന്റെ ഡീറ്റെയിൽ ആണ് കിട്ടേണ്ടതെങ്കിൽ ജസ്റ്റ് ആ ടീച്ചർ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ആ ടീച്ചർക്ക് സെലക്ട് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്ററാക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്കൂളുകളെ സംബന്ധിച്ച് ബോർഡ് എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് അവർക്ക് ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ്, ആ സ്കൂളിൽ നിന്നും എക്സാം എഴുതിയ എല്ലാ കുട്ടികളും പാസ്സായോ. അപ്പൊ അതിനുവേണ്ടി സ്കൂളിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കോഡും പാസ്വേഡും ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് അവർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ ഒറ്റയടിക്ക് സ്ട്രെച്ച് ഇൻഫർമേഷൻ വരികയാണ് ഈ സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും പാസ്സാണോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ലെവൽ എന്നുള്ളത്. അപ്പോൾ ഓരോ കുട്ടികൾക്കായിട്ട് അങ്ങനെ പറ്റില്ല. കുട്ടികൾക്കായിട്ട് കിട്ടുമ്പോൾ എങ്ങനെയാണ്, ഹാൾ ടിക്കറ്റ് നമ്പർ അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴാണ് ആ കുട്ടിയുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള റിസൾട്ട് വരുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ എന്താണോ നമുക്ക് വേണ്ടത് അതനുസരിച്ചുള്ള റിസൾട്ട് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ററാക്റ്റീവ് എന്ന് പറയുന്നത്. നോ കോഡിംഗ് നീഡഡ്. ഇത് നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൈത്തണ്ട പോലെ വലിയൊരു കോഡോ ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. വെൽ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്. നമ്മൾ ഈ കൊടുക്കുന്ന ഡാറ്റ മാത്രമല്ല അതെങ്ങനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കത് കാണാൻ ഇറ്റ് ഈസ് ഇൻ എ പ്രസന്റബിൾ ഫോർമാറ്റ്. അപ്പൊ ആ കൊടുത്ത ഡാറ്റ എന്ന് പറഞ്ഞത് വളരെയധികം നല്ല രീതിയിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അതാണ് നമുക്ക് വേണ്ട ഒരു പ്ലാനിങ്. അപ്പൊ ആ രീതിയിലാവുമ്പോൾ എന്തുണ്ടാവണം, വളരെയധികം യൂസറിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലും യൂസറിന് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള രീതിയിലുമാണ് ഈ ഡാറ്റ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിലുള്ള അഡ്വാൻറ്റേജസ് തന്നെയാണ്. നെക്സ്റ്റ് ടോപ്പിക് SQL ഫീച്ചേഴ്സ്. ഏതൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഏതൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ആ അഡ്വാൻറ്റേജസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. MySQL ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് പോർട്ടബിലിറ്റി. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എനി സോർട്ട് ഓഫ് ഹാർഡ്വെയർ ഓർ എനി സോർട്ട് ഓഫ് സോഫ്റ്റ്വെയർ വി ആർ ഏബിൾ ടു മേക്ക് യൂസ് ഓഫ് വിത്ത് SQL. Next is security. We are able to give security by providing password. അപ്പോൾ പാസ്വേഡ് കൊടുത്ത് നമുക്കിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ഡാറ്റാബേസിലേക്ക് വേറെ എന്തെങ്കിലും ചേർക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് നമ്മുടെ സമ്മതം കൂടാതെ ചെയ്യാനോ സാധിക്കില്ല. സിൻസ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് വിത്ത് പാസ്വേഡ്. കണക്ടിവിറ്റിയാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ റിസൾട്ടൊക്കെ വരുമ്പോൾ പറഞ്ഞല്ലോ, സ്ക്രീനിൽ ഹാൾ ടിക്കറ്റ് നമ്പർ അടിച്ചു കൊടുക്കുന്നു. അത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ
കൺസേൺ പേഴ്സൺസ് ഡീറ്റെയിൽസ് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. അങ്ങനെ ആ സ്ക്രീനിലേക്ക് ആ ഡീറ്റെയിൽസ് വരുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താ വെച്ചാൽ അവിടെ ഓൾറെഡി SQLിലൂടെ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഫ്രണ്ടിൽ കാണുന്ന ആ സ്ക്രീൻ ഉണ്ടല്ലോ, അത് മറ്റൊരു ലാംഗ്വേജ്, പൈത്തണോ ജാവയോ C++ഓ പോലുള്ള ഏതോ ഒരു ലാംഗ്വേജിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ലാംഗ്വേജിലൂടെ ഉണ്ടാക്കിയ ഫ്രണ്ട് സ്ക്രീനിനെ SQLുമായി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം SQLിലൂടെ നമുക്ക് ബൾക്ക് വോളിയൂം ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അവിടെ ആ സ്റ്റോറിങ്ങും നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഡാറ്റയെ ഇവിടെ ഇരുന്നു കൊണ്ട് ഫ്രണ്ടിലുള്ള സ്ക്രീനിലൂടെ മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ക്വറി ലാംഗ്വേജ്. ക്വറി മീൻസ് കണ്ടീഷൻ ആണ്. നമ്മളിവിടെ എന്ത് കണ്ടീഷൻ പറയുന്നു? സപ്പോസ് നമ്മൾ പറയാണ് ക്ലാസ്സിലെ കുട്ടികളിൽ എബവ് 70% ഉള്ള കുട്ടികളുടെ ലിസ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ പ്രകാരമുള്ള ലിസ്റ്റാണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുക. അപ്പൊ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് SQL കമാൻഡ്സ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ജസ്റ്റ് കമാൻഡ് ആണ് അറിയേണ്ടത്, അല്ലാതെ നമ്മൾ ഇവിടെ വലിയൊരു കോഡോ കാര്യങ്ങളോ ഒന്നും എഴുതുന്നില്ല. അപ്പൊ ഇവിടെ കമാൻഡ്സ് എന്നാണ് പറയുക. ആൻഡ് ദ കമാൻഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ് DDL, DML, TCL. മെയിൻ ക്ലാസിഫിക്കേഷൻസ് ആണ് ഇത്. DDL എന്ന് പറഞ്ഞാൽ we are able to create a table or a database with the help of the command create. ടേബിൾ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള രീതിയാണ് ടേബിൾ. സോ ടേബിൾ ഈസ് ദ സിംപ്ലസ്റ്റ് വേ ഓഫ് സ്റ്റോറേജ്. അതാണ് ഫസ്റ്റ് തിങ്. ഇനി ഡാറ്റാബേസ് എന്താണ്? ഡാറ്റാബേസ് ഈസ് എ ഫോൾഡർ ഓർ ഈസ് എ പ്ലേസ് വെയർ വി കുഡ് സ്റ്റോർ ദ ടേബിൾ. അപ്പോൾ എന്താണെങ്കിലും ക്രിയേറ്റ് കമാൻഡ് ആണ് ക്രിയേഷന് യൂസ് ചെയ്യണം. നെക്സ്റ്റ്, ഓൾട്ടർ. ഓൾട്ടർ മീൻസ് ഇഫ് യു വോണ്ട് ടു മേക്ക് ദ ചേഞ്ചസ്. ടേബിളിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനാണ് ഓൾട്ടർ കമാൻഡ്. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആണ്. നിങ്ങൾക്ക് ടേബിൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള കമാൻഡാണ് ഡ്രോപ്പ്. DML കമാൻഡ്. DML എന്ന് പറഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് എന്നാണ് അർത്ഥം. അതായത് ഇൻസേർട്ട് ചെയ്യുക റെക്കോർഡ്സ്. ടേബിൾ ഉണ്ടാക്കിയാൽ അതിനർത്ഥം ടേബിളിനകത്ത് റെക്കോർഡ്സ് ഉണ്ട് എന്നല്ല. യു ഹാവ് ടു എൻറ്റർ ദ റെക്കോർഡ്സ് ടു ദ ടേബിൾ. അതിനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഇൻസേർട്ട്. ഡിലീറ്റ് കമാൻഡ്. സപ്പോസ് നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു കുട്ടി ഇപ്പോൾ ക്ലാസ്സിൽ ഇല്ല, ആ കുട്ടി TC എടുത്ത് പോയാൽ ആ കുട്ടിയുടെ പേര് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഡിലീറ്റ് കമാൻഡ്. പിന്നെ വരുന്നത് അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഉള്ള റെക്കോർഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് വരുത്തുമ്പോൾ ദാറ്റ് ഈസ് അപ്ഡേറ്റ്. സെലക്ട് ആണ് അടുത്ത കമാൻഡ്. സെലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? നമുക്ക് ഏതൊരു ക്വയറി എൻറ്റർ ചെയ്യണമെങ്കിലും ആ ക്വയറിയുടെ തുടക്കം എപ്പോഴും സെലക്ട് എന്നാണ് കൊടുക്കുക. ആ സെലക്ട് വെച്ചുകൊണ്ടാണ് നമുക്ക് കണ്ടീഷൻ കൊടുക്കുന്നതും റിസൾട്ട് കിട്ടുന്നതും. നെക്സ്റ്റ്, TCL, ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. അതാണ് TCL എന്ന് പറയുന്നത്. അതിൽ വരുന്നത് കമ്മിറ്റ്, റോൾ ബാക്ക്, സേവ് പോയിന്റ്. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ബാങ്ക് പോലുള്ള ഒരു ഡാറ്റാബേസ് ആണെന്ന് വിചാരിക്കുക. അവരപ്പോൾ അവിടെ എങ്ങനെയാ വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇടയ്ക്ക് കൂടുക കുറയുകയൊക്കെ ചെയ്യും റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ആ ഫുൾ സിസ്റ്റത്തിൽ ആ ചേഞ്ച് വരുത്തണം. അപ്പൊ അങ്ങനെയൊക്കെ വരുത്തി കഴിഞ്ഞാൽ കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് ആ ചേഞ്ച് അവിടെ സേവ് ആവും. പിന്നെ അവർക്ക് ചേഞ്ചസ് വീണ്ടും വരുത്തേണ്ടി വരുമ്പോൾ വീണ്ടും അവർ ചേഞ്ച് ചെയ്തിട്ട് കമ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യണേ. അതൊക്കെ ചെയ്യുക ഏറ്റവും അതിൽ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ബാങ്കിലെ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് അത് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യണതാണ് കമ്മിറ്റ്. റോൾ ബാക്ക് എന്ന് പറഞ്ഞാലോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ സേവ് ചെയ്യേണ്ട, പകരം അത് ക്യാൻസൽ ചെയ്യുക, അതിനു വേണ്ടി അൺഡു ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള കമാൻഡാണ് റോൾ ബാക്ക്. സേവ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമാൻഡ് സേവ് ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സേവ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് SQL കമാൻഡ്സ് ക്ലാസിഫൈഡ് ആസ് 3: DDL, DML and TCL. DDL means data definition language, DML means data manipulation language and TCL means transaction control language. ഏതൊരു ലാംഗ്വേജിലെയും പോലെ ഇവിടെയും ഡാറ്റ ടൈപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഡാറ്റ ടൈപ്പ്? വാട്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ഈസ് സപ്പോർട്ടഡ് ബൈ ദിസ് പർട്ടിക്കുലർ ലാംഗ്വേജ്?
അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കിവിടെ പറയാനുള്ളത് ഡേറ്റ ടൈപ്പുകൾ ഇൻറ്റിജർ, സ്മോൾ ഇൻറ്റ്, പിന്നെ ന്യൂമറിക് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ന്യൂമറിക്കോ അല്ലെങ്കിൽ ഫ്ലോട്ട്, ഡെസിമൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. ഡെസിമൽ വാല്യൂന് എം കോമ എൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയില്ലേ ഇത്ര ഡിജിറ്റ് ഉണ്ട്, എം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ട്, അതിൽ എൻ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര എണ്ണം പാടുള്ളൂ. അതായത് 5,2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 5 ഡിജിറ്റ്സ് ആണ്. അതിൽ എനിക്ക് ആ ടോട്ടൽ 5 ഡിജിറ്റ്സ് ഞാൻ കൊടുക്കണു, അത് കഴിഞ്ഞ് എനിക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് പാടുള്ളൂ. അപ്പൊ ഇതുപോലെയൊക്കെ എനിക്ക് കൊടുക്കാൻ സാധിക്കും. ഡേറ്റ് ടൈമിന് ഡേറ്റ ടൈപ്പ് ഉണ്ട്, സ്ട്രിങ് ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഡേറ്റ് ടൈം, ഡേറ്റ് അതേമാതിരി ടൈമോ കൊടുക്കാം. സ്ട്രിങ്ങിലാണെങ്കിൽ ക്യാർ കൊടുക്കാം അല്ലെങ്കിൽ വേർക്കാർ കൊടുക്കാം. ഇനി കാരും വേർക്കാരും എന്താ വ്യത്യാസം? കാർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ലെങ്ത് ആണ്, അത് 1 to 255 വരെയാണ് നമ്മൾ അതിൽ വരുന്നത്. വേർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വേരിയബിൾ ലെങ്ത് ആണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ലെങ്ത് ഇഷ്ടം പോലെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നർത്ഥം. ഇനി ഒറാക്കിൾ ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ വേർക്കാർ 2 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ ടൈപ്പും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേറ്റ ടൈപ്സിനെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫ്ലോട്ട് അല്ലെങ്കിൽ ന്യൂമറിക് അങ്ങനെയുള്ള ഫോർമാറ്റ് ആണ് ഡെസിമൽ വാല്യൂന് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഡെസിമൽ എന്ന് പറഞ്ഞ ഫോർമാറ്റ്. മറ്റേത് ഹോൾ നമ്പേഴ്സിനാണ് യൂസ് ചെയ്യണത്. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് കൊടുക്കണേന്നും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ആവാമെന്നും. ഇനി ഡേറ്റ് ടൈമും സ്ട്രിങ്ങും കൊടുക്കുമ്പോൾ സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സിലാണ് നമ്മൾ സാധാരണ കൊടുക്കുക. ഇതെല്ലാം നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർത്തു വെക്കണം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് വാട്ട് ആർ ദ കമാൻഡ്സ്. നമുക്കറിയാം എപ്പോഴും ഡേറ്റാബേസിൽ ഒരുപാട് കമാൻഡ്സ് നമുക്ക് ആവശ്യമുണ്ട്. ആ കമാൻഡ്സുകളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് കമാൻഡ് ഷോ ഡേറ്റാബേസ്. ഷോ ഡേറ്റാബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എത്രയൊക്കെ ഡേറ്റാബേസസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുള്ള SQL ഉണ്ട്, ആ ഡേറ്റാബേസസിന്റെ ലിസ്റ്റ് കാണിച്ചു തരുന്നു. അതേമാതിരി ക്രിയേറ്റ് ഡേറ്റാബേസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഒരു ഡേറ്റാബേസ് സ്കൂൾ എന്ന പേരിൽ ഒരു ഡേറ്റാബേസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡ്രോപ്പ് ഡേറ്റാബേസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്ന പേരിലുള്ള ഡേറ്റാബേസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡന്റ്, സ്റ്റുഡന്റ് എന്ന ടേബിളിനെ ഡിലീറ്റ് ചെയ്യുന്നു. യൂസ് സ്കൂൾ, സ്കൂൾ എന്ന ഡേറ്റാബേസിനെ യൂസ് ചെയ്യുന്നു. ഷോ ടേബിൾസ്, അത് ഏത് ഡേറ്റാബേസിലകത്താണോ നമ്മൾ ഇരിക്കണേ അതിലുള്ള എത്ര ടേബിൾസ് ഉണ്ട് എന്ന് കാണിച്ചു തരാൻ എല്ലാ ടേബിൾസിനെയും. ഡിസ്ക്രൈബ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന ടേബിളിന്റെ സ്ട്രക്ചർ, അതായത് എത്ര കോളംസ് ഉണ്ട്, എത്ര കോളംസിൽ അവര് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കോളംസിൽ ഏത് ഡേറ്റ ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസ് അതാണ് ഡിസ്ക്രൈബ്. സ്ട്രക്ചർ ഓഫ് ദ ടേബിൾ ആണ് കാണിച്ചു തരുന്നത്. ഇനി ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണത്? ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ്, അതായത് ക്രിയേറ്റ് കമാൻഡ് കൊടുക്കുക, ടേബിൾ എന്ന് കൊടുക്കുക, ടേബിളിന്റെ പേര് കൊടുക്കുക, ബ്രാക്കറ്റിനകത്ത് ഫീൽഡ് നെയിം, ഡേറ്റ ടൈപ്പ്, സൈസ്, കോമ, എത്ര ഫീൽഡ് വേണമെങ്കിലും കൊടുക്കാം. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ്, സെമി കോളൻ ഇടുക. ഇങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കമാൻഡ്സുകൾ എല്ലാം ഒരുമിച്ച് ഓർത്തു വെക്കാൻ എളുപ്പമല്ല, പക്ഷെ എന്നാലും നമ്മൾ എല്ലാ കമാൻഡ്സും പഠിച്ച ശേഷം അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് SQLനെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമുക്ക് ചില SQL കമാൻഡ്സിനെ ബാക്കി പരിചയപ്പെടാനുണ്ട്, നമുക്ക് നോക്കാം. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് യൂസ് ചെയ്തു, അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോഴാണ് ടേബിളിനകത്തേക്ക് വാല്യൂസ് കയറണത്. ഇനി സിലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്, ഇനി സിലക്ട് കമാൻഡ് ആണ് പഠിക്കാൻ പോണേ. സിലക്ട് കമാൻഡ് യൂസ് ചെയ്ത് മാത്രമാണ് ഡേറ്റ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുക. അപ്പോൾ സിലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡന്റ് എന്ന ടേബിളിലെ ഡേറ്റ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നു. സിലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ ക്ലാസ് ഈക്വൽ ടു 12 എന്ന ക്ലാസ്സിലുള്ളവരുടെ മാത്രം കാണിച്ചു തരിക. സിലക്ട് എഫ് നെയിം കോമ ക്ലാസ് ഫ്രം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കാണിക്കണം, ഇവിടെ എഫ് നെയിമും ക്ലാസ്സും മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. സിലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ സിറ്റി ഈസ് നൾ, സിറ്റിയുടെ അവിടെ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ബ്ലാങ്ക് സ്പേസ് ആയിട്ടാണ് കൊടുത്തത്. അപ്പൊ അത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈസ് നൾ എന്നുള്ളത് കൊടുക്കണേ.
Select star from student where class between 4 and 6. 4-നും 6-നും ഇടയിലുള്ളത് മാത്രം കാണിക്കുക എന്ന് പറഞ്ഞാൽ 4-ഉം 6-ഉം അവിടെ വരില്ല, അതിൻ്റെ ഇടയിലുള്ളതായ ക്ലാസ് മാത്രം നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നു. ഇനി നമുക്ക് ഇവിടെ 4-ഉം 6-ഉം ഇൻക്ലൂഡ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു റിലേഷൻഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതേപോലെ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇതൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, സിലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ ക്ലാസ് ഇൻ 4, 5, 6. അപ്പോൾ 4-ലെയും 5-ലെയും 6-ലെയും നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരും. നെക്സ്റ്റ്, സിലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ നെയിം ലൈക്ക് എ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എ വെച്ച് തുടങ്ങുന്ന എല്ലാ പേരുകളും ഡിസ്പ്ലേയിൽ കാണിക്കുക, അതാണ് വേണ്ടത്. ഇനി നമുക്ക് പെർസെൻറ്റേജ് പോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു സംഭവമുണ്ട്, ഡാഷ്. അതായത് ഇപ്പം നമ്മളോട് പറയാണ് 4 ലെറ്റേഴ്സ് ഉള്ള നെയിമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഈ 4 ലെറ്റേഴ്സ് ഉള്ള നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യാറിയോ, എന്ന് ഇടുക, അത് കഴിഞ്ഞിട്ട് ഡാഷ് 3 ഡാഷ് ഇട്ട് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീപ്ലേസ് 1 ഡാഷ് വിൽ റീപ്ലേസ് 1 ക്യാരക്ടർ എന്നാണ്. പെർസെൻറ്റേജ് ആകുമ്പോൾ അങ്ങനെ കണക്കൊന്നുമില്ല, എ വെച്ച് തുടങ്ങണു, അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ലെറ്റേഴ്സ് വേണമെങ്കിൽ ആയാലും വിരോധമില്ല. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് ഓർഡർ ബൈ ക്ലാസ് DSC. ഓർഡർ ബൈ എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ, നമുക്കിപ്പോൾ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആയിട്ട് കാണിക്കണം. ഇപ്പൊ ക്ലാസിന്റെ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, 1, 2, 3, 4, 5 അങ്ങനെ പോണത്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവസാനത്തിന്, അതായത് 12th, 11th, 10th അങ്ങനെ കാണിക്കണത്. അപ്പോൾ നമുക്ക് ഓർഡർ ബൈ ക്ലാസ് എന്നാണ് കൊടുത്തതെന്ന് വെച്ചാൽ അസെൻഡിങ് ഓർഡറും, ഓർഡർ ബൈ ക്ലാസ് DSC എന്ന് കൊടുത്താൽ ഡിസെൻഡിങ് ഓർഡറിലും ഡിസ്പ്ലേ ആവും. സിലക്ട് ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ് ഫ്രം സ്റ്റുഡൻറ്റ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരേ സ്റ്റാൻഡേർഡ് തന്നെ 2 തവണ 3 തവണ ആ ടേബിളിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കില്ല, ഒറ്റ തവണ മാത്രമേ അത് കാണിക്കുള്ളൂ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് കാണിക്കുന്നു, ഇതാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ എഫ് നെയിം ഈക്വൽ ടു അമർ. അതായത് നമ്മളിവിടെ ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ എഫ് നെയിം അമർ എന്ന പേരുള്ളതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിലീറ്റ് കമാൻഡ്. എല്ലാ കമാൻഡ്സ് എഴുതുമ്പോഴും അവസാനം സെമികോളൻ ഇടാൻ മറക്കരുത്. നെക്സ്റ്റ്, അപ്ഡേറ്റ് സ്റ്റുഡന്റ് സെറ്റ് ക്ലാസ് ഈക്വൽ 5 വേർ ഫസ്റ്റ് നെയിം ഈക്വൽ ടു ഫ്രേയ. സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ കുഴപ്പമില്ല, നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യാണ്. ക്ലാസ് 5 ആണെങ്കിൽ അവിടെ നമ്മൾ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഫ്രേയ എന്നാക്കുക. ഇങ്ങനെ നമുക്ക് കമാൻഡ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ പലതരത്തിലുള്ള കമാൻഡ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടേബിൾ വിത്ത് കൺസ്ട്രെയിൻസ്. എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ, constraint is a set of rules which we can impose on our table. നമ്മളൊരു ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ടേബിളിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതായിട്ടുള്ള കണ്ടീഷൻസ്, അതാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് പലതരത്തിലുള്ള കൺസ്ട്രെയിൻസ് അവൈലബിൾ ആണ്. നോട്ട് നൾ എന്ന് പറഞ്ഞ ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ്, അതായത് നിങ്ങൾ ഒരു ടേബിളിനകത്ത് ഫീൽഡുകളിലേക്ക് വാല്യൂ കൊടുക്കുമ്പോൾ അവിടെ ആ ഫീൽഡ് ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യാതിരിക്കുക. അഥവാ ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾ ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ ലീവ് ചെയ്താൽ തന്നെ എറർ മെസ്സേജ് അവിടെ വരും. അങ്ങനെ വരുന്നതിന് വേണ്ടി ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നോട്ട് നൾ എന്ന് കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കണേന്ന് നമുക്കത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. അതേപോലെ യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാകരുത്. ചില ഫീൽഡ്, പ്രത്യേകിച്ച് റോൾ നമ്പർ ഒക്കെ വരുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കൊടുക്കുന്നതാണ് യുണീക്ക് എന്നുള്ളത്. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് നള്ളും യുണീക്കും രണ്ടും ഒരുമിച്ച് വരുന്നതാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. അതായത് ഒരു ടേബിളിനെ വെച്ചുകൊണ്ട് അടുത്ത ടേബിളിലേക്കൊക്കെ നമ്മൾ ലിങ്ക് ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കുന്ന സംവിധാനമാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കുറേ അധികം ടേബിളുകളിലേക്ക് കമ്പൈൻ ചെയ്യാനും അതിൽ നിന്ന് ഡാറ്റ റിട്രൈവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. പിന്നെ ഫോറിൻ കീ, ആദ്യത്തെ ടേബിളിൽ ഈ പറഞ്ഞ എല്ലാ നോട്ട് നള്ളും യുണീക്കും വരുന്ന ഫീൽഡിനെ പ്രൈമറി കീ ആക്കുമ്പോൾ അത് തന്നെ സെക്കൻഡ് ടേബിളുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ടേബിളിൽ അതിനെ പറയുന്ന പേരാണ് ഫോറിൻ കീ.
ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സപ്പോസ് മാർക്സ് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാർക്സ് എൻ്റർ ചെയ്യുമ്പോൾ ആ ഫീൽഡിലെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറയണം 40 എബവ് ആയിരിക്കണം. അപ്പം അങ്ങനെ പറഞ്ഞാൽ 40യുടെ ബിലോ വന്നാൽ അത് അവിടെ എൻ്റർ ആവാൻ പറ്റില്ല, എറർ വരും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വാലിഡേഷൻ കൊടുക്കാൻ സാധിക്കുന്നു. ഡിഫോൾട്ട് ഒരു ഫീൽഡിൽ നിങ്ങളൊരു വാല്യൂ എൻ്റർ ചെയ്തിട്ടില്ല വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിഫോൾട്ടായിട്ടൊരു വാല്യൂ വരണമെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഡിഫോൾട്ട്. ഇൻഡെക്സ് ഇതെല്ലാം നമ്മളിവിടെ ഒരു ഓർഡറിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് പോകുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് റിട്രൈവ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിലൂടെ അത് എൻ്റർ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ടേബിൾ നോക്കാം. ക്രിയേറ്റ് ടേബിൾ പേഴ്സൺ ID ഇൻറ്റ് നോട്ട് നൾ. കണ്ടോ, നോട്ട് നൾ എന്നുള്ള കൺസ്ട്രെയിന്റ് അവിടെ കൊടുത്തു. പ്രൈമറി കീ, അപ്പൊ പ്രൈമറി കീ എന്നുള്ള കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഇനി എൽ നെയിം വാർക്കാർ 255 നോട്ട് നൾ, വീണ്ടും നോട്ട് നൾ കൊടുത്തു. ഏത് ഫീൽഡിലാണോ വേണ്ടത് ആ ഫീൽഡിന്റെ അവിടെ കൊടുത്താൽ മതി. ഫസ്റ്റ് നെയിമിൽ വാർക്കാർ 255, ഇവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഇനി ഏജ് ഇൻറ്റ്, അപ്പൊ ഇൻഡിജർ ഏജ് കൊടുത്തു. ഇനി അതേമാതിരി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെക്ക് വെക്കാം. ചെക്കിൽ ഏജ് ലെസ് ദാൻ 10 അല്ലെങ്കിൽ ഏജ് ഗ്രേറ്റർ ദാൻ 10 എന്തെങ്കിലും ഒരു കണ്ടീഷൻ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. സിറ്റി വാർക്കാർ 255 ഡിഫോൾട്ട് ജയ്പൂർ എന്ന് വെച്ചാൽ എന്താ, ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഒന്നും എൻ്റർ ചെയ്തില്ലെങ്കിൽ അവിടെ ജയ്പൂർ എന്നുള്ള സിറ്റിയുടെ പേരാണ് ആ ടേബിളിൽ വരേണ്ടത്. അപ്പൊ ഇതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും കൺസ്ട്രെയിന്റ് എന്തിനാ വെക്കണേന്നും കൺസ്ട്രെയിന്റ് ടേബിളിൽ വെക്കുമ്പോഴുള്ള എന്താണ് യൂസ് എന്ന്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോണത് ഓൾട്ടറിങ് ടേബിൾ ആണ്. ഓൾട്ടർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഓൾട്ടറിംഗിൽ തന്നെ നമുക്ക് 3 വർക്കിംഗ് ആണ് വരുന്നത്. 1 ആഡിങ് ദ കോളം, 2 ഡ്രോപ്പ് കോളം, 3 മോഡിഫൈ കോളം. 3 കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ നോക്കാം, ആഡ് കോളം ആണ്. എന്താണത്, നമുക്ക് ഒരു ടേബിളിനകത്തേക്ക് പുതിയതായിട്ടൊരു കോളം ആഡ് ചെയ്യണമെങ്കിൽ അതിന്റെ സിൻടാക്സ് ആണ് ഓൾട്ടർ ടേബിൾ, ടേബിളിന്റെ പേര് കൊടുക്കുക, ആഡ് എന്നുള്ള കമാൻഡ് കൊടുത്തിട്ട് ആ കോളത്തിന്റെ പേരും അതിന്റെ ഡാറ്റ ടൈപ്പും സ്പെസിഫൈ ചെയ്താൽ മതി. അപ്പോൾ ആ കോളത്തിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഡ്രോപ്പ് കോളം, ഒരു കോളത്തെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, എന്നിട്ട് ഡ്രോപ്പ് കോളം, കോളം നെയിം. അപ്പൊ ആ കോളത്തിനെ നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ആക്കാം. മോഡിഫൈ കോളം, നമുക്ക് ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, മോഡിഫൈ കോളം നെയിം, ഡേറ്റ ടൈപ്പ്. അതായത് മോഡിഫൈ ചെയ്യേണ്ട കോളത്തിന്റെ പേര് കൊടുക്കുക, ഡേറ്റ ടൈപ്പ് കൊടുക്കുക. ഈ രീതിയിലൂടെ മാത്രമേ ഓൾട്ടറിംഗ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡേറ്റ് ഫങ്ഷൻസ്. We can have some date functions. Select now. Now is a function which will display the current date and time. അപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പോൾ സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് നൗ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ SQL അവൈലബിൾ ആണ്. അപ്പോൾ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് കാണിച്ചു തരുന്നു. അതെങ്ങനെയാണ് കാണിച്ചു തരണേ, ഇയർ, മന്ത്, ഡേറ്റ് ഫോർമാറ്റ്, അതേമാതിരി അവർ, മിനിറ്റ്, സെക്കൻഡ് ഫോർമാറ്റ്. ഇനി സിലക്ട് ഡേറ്റ്, ഡേറ്റും അവറും കൂടിയിട്ട്, അതായത് ഡേറ്റും ടൈമും കൂടി ഉള്ളതിൽ നിന്ന് ഡേറ്റ് മാത്രം എടുത്ത് കാണിച്ചു തരുന്നു. അതേപോലെ തന്നെ സിലക്ട് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത് മാത്രം എടുത്ത് കാണിച്ചു തരുന്നു. സിലക്ട് മന്ത് നെയിം എന്ന് പറഞ്ഞാൽ ആ മന്ത് ഏതാണ് അതിന്റെ പേര് കാണിച്ചു തരുന്നു. ഇപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ആണ്. അതുപോലെ തന്നെ ഇയർ മാത്രം എടുത്ത് കാണിച്ചു തരുന്നു. ഡേ ഓഫ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ ഡേ പാർട്ട് കാണിച്ചു തരുന്നു. ഡേ നെയിം എന്ന് പറഞ്ഞാൽ ആ ഡേ നെയിം ഏതാ, സാറ്റർഡേ അല്ലെങ്കിൽ മൺഡേ അല്ലെങ്കിൽ സൺഡേ അങ്ങനെയുള്ളത് കാണിച്ചു തരുന്നു. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതും നമുക്ക് ഇതുപോലെ പ്രോഗ്രാമിൽ നമുക്ക് SQL ക്വയറി ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ചില മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ ഒന്ന് പരിചയപ്പെടാം. സിലക്ട് പവർ 2,3 പവർ ഫംഗ്ഷൻ ആണ്. 2 ക്യൂബ് അപ്പൊ 8 ആണ് നമുക്ക് കിട്ടുക. പിന്നെ അതുപോലെ വരുന്ന വേറൊരു കാര്യം റൗണ്ട് ഫംഗ്ഷൻ ആണ്. റൗണ്ട് ഫംഗ്ഷനിൽ 454.352, 2 എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സേ പാടുള്ളൂ എന്നർത്ഥം. ഇനി സിലക്ട് റൗണ്ട് 454.352, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിവിടെ ഈ പോയിന്റ് കഴിഞ്ഞ് ആ മുമ്പിലുള്ള ഭാഗമില്ലേ അത് മാത്രം ആണ് നമ്മൾ നോക്കേണ്ടത്. 0 എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ് പ്രിന്റ് ചെയ്യരുത്. ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാനായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ സിലക്ട് റൗണ്ട് 454.352, -1.
ഈ -1 വരുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ ഫസ്റ്റ് ഡിജിറ്റ് നോക്കാം. ഈ ഫസ്റ്റ് ഡിജിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ 454 ഈ 4 ആണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് -1 ആണെന്ന് കൺസിഡർ ചെയ്യുക, ഇത് -2, ഇത് -3 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ -1 എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ഡെസിമൽ പോയിന്റിന്റെ തൊട്ട് മുന്നേയുള്ള പ്ലേസ് 0 ആക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ റൗണ്ട് 454.352, -2 എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ വരിക വെച്ചാൽ ഇത് -1, ഇത് -2. ഇവിടെ പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 5 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒന്നുകിൽ 5 അല്ലെങ്കിൽ >5 വന്നാൽ അത് കഴിഞ്ഞ് നമുക്ക് തൊട്ടിപ്പുറത്ത് വരണ നമ്പർ ഇല്ലേ അതിലേക്ക് നമ്മൾ 1 ആഡ് ചെയ്യണം. അതായത് ഇതിലിപ്പോ 5 വന്നത് കൊണ്ട് ഈ 4 എന്നുള്ള നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് 5 ആക്കുക, പിന്നെ -2 ആയതുകൊണ്ട് ഈ 2 എണ്ണം 0 ആക്കുക. അങ്ങനെയാണ് ഇത് 500 ആകുന്നത്. അപ്പോൾ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഈ പറയുന്നത്. നമ്മളിപ്പോൾ ഡെസിമൽ പോയിന്റ് വരുമ്പോൾ ഡെസിമൽ പോയിന്റിന്റെ തൊട്ട് മുൻപുള്ളത് എപ്പോഴും -1, -2, -3 അങ്ങനെ കൺസിഡർ ചെയ്യുക. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് 0, 1, 2 അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. മാത്രമല്ല പിന്നെ നോക്കേണ്ടത് നമുക്ക് ആ -1 എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഡെസിമൽ പോയിന്റിന് മുന്നുള്ള തൊട്ട് മുന്നുള്ള ഡിജിറ്റ് ആണ്. പിന്നെ നോക്കേണ്ടത് ആ ഡിജിറ്റ് എന്ന് പറയുന്നത് 5നേക്കാൾ വലുതാണോ ചെറുതാണോ എന്നുള്ളതാണ്. 5നേക്കാട്ടിലും വലുതാണെങ്കിൽ മാത്രം അതിന്റെ തൊട്ട് മുൻപ് നമ്മൾ എടുക്കുന്ന ഡിജിറ്റ് ഒന്ന് ആഡ് ചെയ്യുക. 5നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് ഇവിടെ 500 വരുന്നത്. ഇനി സിലക്ട് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷന്റെ മാത്തമാറ്റിക്കൽ ആയിട്ട് 11,3. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, റിമൈൻഡർ ആണ് എടുക്കുന്നത്, അപ്പൊ 2 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതുപോലെ റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫംഗ്ഷനാണ് മോഡ് എന്ന് പറയുന്നത്.